എന്റെ ബാല്യം അല്ലെങ്കിൽ എന്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി എന്നല്ല ഞാൻ പറയുന്നത്. ദിലീപേട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം. ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാവുന്നത് വലിയ കാര്യമാണ്. അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ലിസ്റ്റിനോട്. കാരണം മാജിക് ഫ്രെയിംസിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. ലിസ്റ്റിൻ എടുത്തൊരു വലിയൊരു റിസ്ക് ഉണ്ട്. ആ സമയത്ത് എന്നോട് ഞാൻ കഴിഞ്ഞ ഒരു ഫംഗ്ഷനിൽ പറയണ്ടായി, ദിലീപേട്ടൻ്റെ സിനിമ കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി എന്നല്ല ഞാൻ പറയുന്നത്. ആ എൻ്റെ ചെറുപ്പക്കാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ദിലീപേട്ടൻ. ദിലീപേട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്ന് വെച്ചാൽ അത് വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ആത്മവിശ്വാസം, ഇത് ഗംഭീരമാവും. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയുള്ളൂ. കാരണം ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് അവർ. എനിക്ക് വേണ്ടി എന്താ പറയുക, ഷാരീസ് ആണെങ്കിലും ബിന്റു ആണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും അവർ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഇതിൽ എല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സംവിധായകനനുസരിച്ച് ഈ സിനിമ ഗംഭീരമാക്കി. അതിലെടുത്ത് പറയേണ്ട ഒരു താരം, ഞാൻ ഇതിലെ കഥ കേട്ടപ്പോൾ പറഞ്ഞത്, ഈ പടത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയെ ചെയ്ത ആ ക്യാരക്ടറാണ്. ആ കഥാപാത്രം മോശമായ ഈ സിനിമ ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള കാരണം റാണിയുടെ ആദ്യത്തെ സിനിമയാണ്. ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കലാകാരിയെ കൂടി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇന്ന് 60 ദിവസം പിന്നിട്ട് നമ്മളിവിടെ ഒരു ശരിക്കും പറഞ്ഞത് ഈ സദസ്സിൽ നിൽക്കേണ്ട ഒരു എന്താ പറയാ, നമ്മൾ വളരെ കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രവും. പിന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മുടെ അസോസിയേഷൻസ്, എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഒരു ചെറിയ സദസ്സാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വലിയ ആൾക്കാരാണ്. അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി പറയാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ 30 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ എനിക്ക് തീർത്താത്ത നന്ദിയാണ്. കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്നുള്ളത്. അതിന് ഞാൻ നന്ദി പറയുന്നു. മലയാള സിനിമയിലെ എല്ലാവരെയും ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ അവസരത്ത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു. പിന്നെ ഞാൻ ലിസ്റ്റിൻ അല്ലാണ്ട് വേറെ ആരെങ്കിലും പിന്നെ എന്നെ സിനിമ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഇവിടെ ഉണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ 150ാമത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല. അത്രയും പെരുത്ത് എൻ്റെ സഹപ്രവർത്തകർ, എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ആഘോഷം വീണ്ടും തുടരും. താങ്ക് യു. ചെറിയൊരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ 1 പ്രാവശ്യം കാണും, 5 പ്രാവശ്യം കാണും. പക്ഷേ ഒരു സിനിമ 100 പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇന്ന് അത് പറയാനായിട്ട് ഒരേ ഒരു നായകനേ ഉള്ളൂ. ആ നായകനെ നമ്മൾ വിളിക്കുന്നതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ, ജനപ്രിയ നായകൻ ദിലീപ്. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വളയാർ പരമശിവന്റെ കുറേ റീലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആണ്. അപ്പൊ അതിലെ അടി സഖേ എന്നുള്ള ഒരു ചെറിയ ഭാഗം ദിലീപേട്ടന് ഇപ്പൊ പറയാൻ പറ്റുവാണെങ്കിൽ. ഞാൻ
പോട്ടെ സാറേ. ഓ അല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ പാടില്ല. കാരണം ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിലീപേട്ടൻ വേദിയിലേക്ക് എത്തുന്നത്.